ഐശ്വര്യമായി എന്നെ അനുഗ്രഹിക്കുന്ന, എന്നെ ഫലപ്രദമാക്കി തീർക്കുന്ന, എന്നെ പെരുകുമാറാക്കുന്ന ദൈവ പ്രവൃത്തിയാണ് എന്റെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നത്. അതിന്റെ വെളിച്ചവും വെളിപ്പാടും ദൈവവചനത്തിന്റെ സത്ത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇടുവാൻ ഇടയായിത്തീരട്ടെ. This is the nature of God. This is the character of God. This is the style of God. Amen. നമുക്ക് 27ാമത്തെ വാക്യം 28ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതിന്റെ തുടക്കം നമുക്കറിയാം. പാഴും ശൂന്യമായി കിടന്ന ഈ ഭൂമിയുടെ അവസ്ഥയെ ദൈവം കണ്ടപ്പോൾ അതിന്മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഭൂമി പാഴായും ശൂന്യമായി വരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. 2024 പാഴും ശൂന്യമായി കിടക്കുന്ന പ്രതലങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുകയാണ്. ജനുവരി മാസം ഈ പരിവർത്തനം ആരംഭിക്കുകയാണ്. ദൈവത്തിന്റെ പ്ലാനുകൾ, ദൈവത്തിന്റെ പദ്ധതികളെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം സൃഷ്ടിക്കുമ്പോൾ ഒന്നും പാഴും ശൂന്യമായി അല്ല സൃഷ്ടിക്കുന്ന. അതിന്റെ അർത്ഥം ഭൂമി പാഴായി പോയത്, ശൂന്യമായി പോയത്, അവിടെ ഒരു പൈശാചിക പ്രവൃത്തി നടന്നു. ദൈവം ആദ്യം ചിലത് സൃഷ്ടിച്ചു, അതിനെ വിരോധിച്ച്, അതിനെ എതിർത്ത ഒരു പൈശാചിക തലം വെളിപ്പെട്ടു. അതിന്മേൽ ദൈവത്തിന്റെ ന്യായവിധി തോഹു ബോഹു എന്ന് പറഞ്ഞ എബ്രായ പദമാണ്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ അവിടെ വിഷയങ്ങൾ നടന്നു. ദൈവം സൃഷ്ടിക്കുമ്പോൾ ആരും ശൂന്യമായല്ല. ദൈവം മനോഹരമായ സൃഷ്ടിച്ച തന്റെ സൃഷ്ടിയുടെ മധ്യത്തിൽ ഒരു പൈശാചിക തലം വെളിപ്പെട്ടു. അതിനെ ന്യായവിധി കൊണ്ട് ദൈവം നശിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ആരും ശൂന്യമായി കിടന്നു. അപ്പോൾ വീണ്ടും ദൈവത്തിന്റെ പരിവർത്തനം നിർന്നു പോകുന്നില്ല. വീണ്ടും പരിശുദ്ധാത്മാവ്. ഇന്ന് നീ പറയുന്നില്ലേ, ഞാൻ തകർന്നിരിക്കുകയാണ്, ഞാൻ വിഷമിച്ചിരിക്കുകയാണ്, ഞാൻ മുങ്ങിയിരിക്കുകയാണ്, ഞാൻ ഇതിൽ നിന്ന് എങ്ങനെ ഉയരും? അതെ, പാഴും ശൂന്യമായി കിടക്കുന്ന ആ പ്രതലങ്ങളുടെ മേൽ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് 2024 ഉല്ലസിക്കുകയാണ്, പരിവർത്തിക്കുകയാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ദൈവം നിന്ന് സംസാരിക്കുന്ന ഒരു ദൈവമാണ്. സകലത്തെയും ക്രമത്തിലേക്ക് കൊണ്ടുവരുവാൻ, സകലത്തെയും വീണ്ടും ദൈവത്തിന്റെ പ്ലാനുകളിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് ഐശ്വര്യമായി അനുഗ്രഹിച്ച് നശിച്ചതും നഷ്ടപ്പെട്ടതും അതിനെ തിരിച്ചു പിടിച്ച് അതിനെ ഐശ്വര്യമായി വർദ്ധിപ്പിച്ച് പെരുകുമാറാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. That's my God. That's my God. അപ്പോൾ ദൈവം എന്താ ചെയ്തത്? ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ ആദ്യം ദൈവം എന്താ കാണുകയാണ്, അവസ്ഥകളെ നിരീക്ഷിക്കുകയാണ്. ദൈവത്തിന്റെ മക്കളായ നമ്മളും പരിസ്ഥിതികളിൽ കൂടെ പോകുമ്പോൾ, വിഷമഘട്ടത്തിൽ കൂടെ പോകുമ്പോൾ, സ്തോത്രം ഹല്ലേലൂയ, ശാപത്തിന്റെ, നിരാശയുടെ, പരാജയത്തിന്റെ, പ്രതിസന്ധികളുടെ വിഷയത്തിൽ കൂടെ പോകുമ്പോൾ, സാഹചര്യത്തിൽ കൂടെ പോകുമ്പോൾ ദൈവം ചെയ്തതുപോലെ ദൈവത്തിന്റെ മക്കൾ ചെയ്യണമെന്നാണ് ദൈവത്തിന്റെ ഹൃദയം. ഹല്ലേലൂയ. കണ്ടത് പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവമല്ല. അയ്യോ പാഴും ശൂന്യം, പാഴും ശൂന്യം, പാഴും ശൂന്യം, എന്ത് ചെയ്യും, എന്ത് ചെയ്യും, എന്ത് ചെയ്യും? ദൈവത്തിന് വേവലാതികളില്ല. പാഴും ശൂന്യമായി കിടക്കുന്ന സകലത്തിന്മേൽ ദൈവത്തിനൊരു സ്റ്റൈലുണ്ട്. ഹല്ലേലൂയ. വെളിച്ചം ഉണ്ടാകട്ടെ. സൃഷ്ടിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ആ ശബ്ദത്തിൽ കൂടെ he is releasing a creative word. Hallelujah. ജീവനും ആത്മാവായിരിക്കുന്ന ആ വചനത്തെ ദൈവം കാണുന്നത് സംസാരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. കാണുവാൻ ആഗ്രഹിക്കുന്നത് സംസാരിക്കുന്നതാണ് നമ്മുടെ ദൈവം. കാണുന്നത് പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. എന്താണ് വിശ്വാസം? ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ പാഴും ശൂന്യമാണ് ഭൂമി കിടക്കുന്നത്. പക്ഷെ കാണുന്നതല്ല വിളിച്ചു പറയുന്നത്, കാണുവാൻ ആഗ്രഹിക്കുന്നത് താൻ വിളിച്ച് വരുത്തുകയാണ്. പാഴും ശൂന്യവും അന്ധകാരവും ശാപവും നിർജ്ജനമായി കിടക്കുന്ന സകലത്തിന്മേലും ദൈവം സംസാരിക്കുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാം, നമ്മുടെ സാഹചര്യങ്ങളോട് സംസാരിക്കാം, നമ്മുടെ വിഷയങ്ങളോട് സംസാരിക്കാം. നാം കാണുവാൻ ആഗ്രഹിക്കുന്ന നമുക്ക് സംസാരിക്കാം, നാം അനുഗ്രഹത്തിന്റെ വാക്കുകൾ സംസാരിക്കാം. നാം തകർച്ചയും ഇല്ലായ്മയും പരാജയവും സംസാരിക്കുന്നതിന് പകരം നാം കാണുവാൻ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് ദൈവം ഈ വർഷത്തിന്റെ ചില മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഒരു വചന വെളിപ്പാട്, ഒരു ദൂത് പാസ്റ്ററുടെ ഹൃദയത്തിന്റെ ഉള്ളത്തിലേക്ക് ഒരു സ്തോത്രം, ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നത് പോലെ ഹല്ലേലൂയ കുറച്ച് മാസങ്ങൾ ഗർഭം ധരിച്ച് ഇത് എന്റെ ഉള്ളിൽ ഒന്ന് പ്രസവിച്ച് ഇന്ന് ഇത് പ്രസ്താവിക്കുമ്പോൾ ഡിസംബർ 24 നമ്മുടെ 14ാമത്തെ ആനിവേഴ്സറിയിൽ ഇത് പറയുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ മാസങ്ങൾക്ക് മുമ്പേ ഈ വചനം എന്റെ ഹൃദയത്തിന്റെ ഉള്ളത്തിൽ ദൈവസഭയ്ക്കും ദൈവം അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്ത് ചർച്ചിൽ കൂടെ ദൈവം ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ട്രാൻസാക്ഷനുകൾ നടന്നു. ഞാൻ നിന്നെ ഐശ്വര്യമായി, നിന്റെ സന്തതി ശത്രുപട്ടങ്ങളെ കൈവശമാക്കും. പരാജയപ്പെടുന്ന ഒരു തലമുറയല്ല, പിൻവാങ്ങുന്ന ഒരു തലമുറയല്ല, കണ്ട് പേടിക്കുന്ന ഒരു തലമുറയല്ല. പാഴും ശൂന്യമായി കിടക്കുന്നതിന്റെ മധ്യത്തിൽ എന്റെ മോനെ വിളിച്ചു വരുത്തുവാൻ, സകലത്തെയും ക്രമത്തിലേക്ക് കൊണ്ടുവരുവാൻ. നാം കാണുന്നതല്ല സംസാരിക്കുന്നത്, കാണുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അത് ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിലും വായിലും പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇട്ടുതരും.
നാം വെറുതെ ഒന്നും വിളിച്ചു പറയണ്ട. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അതെ, എന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ഒരു സംവത്സരത്തിലാണ് ഞാൻ വന്നു നിൽക്കുന്നത്. എന്റെ കുടുംബത്തെ, എന്റെ വിവാഹ ജീവിതത്തെ, എന്റെ മക്കളെ, എന്റെ തലമുറകളെ, എന്റെ സാമ്പത്തിക മണ്ഡലത്തെ, എന്റെ ഭവനത്തെ, എന്റെ ഭവനത്തിലുള്ള സ്ഥലത്തെയും, എന്റെ ആത്മീയതയും, എന്റെ ശുശ്രൂഷയും ഐശ്വര്യമായി വർദ്ധിപ്പിക്കും. അതെ, നാം കാണുവാൻ ആഗ്രഹിക്കുന്നു, സംസാരിക്കുന്നു. അതാണ് വിശ്വാസത്തിന്റെ മക്കളുടെ പ്രത്യേകത. That's why we call ourselves a living faith. നിശ്ചയമായിട്ടുള്ള വിശ്വാസമല്ല, കാണുന്ന സംസാരിക്കാൻ ആർക്കും കഴിയും. അതിന് പ്രത്യേക സ്വന്തം വിശ്വാസത്തിന്റെ ആവശ്യമില്ല. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവത്തോട് അനുരൂപപ്പെടാം. 27ാമത്തെ വാക്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. യെസ്, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. യെസ്, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആമേൻ. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പോൾ പുരുഷനെയും സ്ത്രീയെയും രണ്ടുപേരെയും ദൈവം സൃഷ്ടിച്ചു എന്ന് പറയാം. ദൈവനെ സൃഷ്ടിച്ചു. ദൈവനെ സൃഷ്ടിച്ചു. ഭാഷാബോധത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ ദൈവത്തിന്റെ മനോഹരമായ സൃഷ്ടിയാണ്. നിങ്ങൾ എങ്ങനെ ഇരുന്നാലും, നീളമില്ലെങ്കിലും നീളം കൂടുതലാണെങ്കിലും, വെളുത്താണെങ്കിലും കറുപ്പാണെങ്കിലും, ഏത് സ്തോത്രം സമൂഹത്തിൽ നിന്ന് നിങ്ങൾ വന്നാലും, പഠിത്തമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാൻ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഐ ഡോണ്ട് നീഡ് ടു ഹാവ് എനി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. എനിക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ ആവശ്യമില്ല, അവർഷബോധത്തിന്റെ ആവശ്യമില്ല. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്, ഞാൻ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ദൈവം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ച് ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ സ്വഭാവമാണ് അനുഗ്രഹിക്കുന്ന ദൈവം. ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ദൈവം കണ്ടു, അത് നന്ന് എന്ന് കണ്ടു, നല്ലത് എന്ന് കണ്ടു. God saw that it was good. ദൈവം നല്ലത് എന്ന് കാണുന്നതിനെ ദൈവം കേറി അങ്ങ് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. യെസ്, ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവനെ അനുഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. God bless them. Be fruitful. ദൈവത്തിന്റെ ഹൃദയം ഒന്ന് കണ്ടേ, ദൈവത്തിന്റെ ഹൃദയം ഒന്ന് കണ്ടേ. പിശാചി എത്രമാത്രം നിങ്ങളോട് കള്ളം പറഞ്ഞാലും എനിക്ക് ഉയരുവാൻ കഴിയില്ല, എനിക്ക് വർദ്ധിക്കുവാൻ കഴിയില്ല, ഞാൻ ഉടഞ്ഞു അല്ല, അതിനെ തിരുത്തി എഴുതുവാൻ ദൈവത്തിന്റെ വചനത്തെ ദൈവം എഴുതും. ഹല്ലേലൂയ. നിന്റെ സാഹചര്യങ്ങൾ, നിന്റെ ജീവിതത്തിന്റെ വിഷയം എന്താണെങ്കിലും, ആരൊക്കെ നിന്നെ തിരസ്കരിച്ചു, പക്ഷെ ദൈവത്തിന് നിന്നോട് പറയുവാനുള്ളത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അല്ല, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. 5 വാക്കുകളാണ് എടുത്തു പറയുന്നത്. ഫ്രൂട്ട്ഫുൾ. ഇതെല്ലാം എബ്രായ വാക്കുകളിൽ ഭയങ്കര ശക്തിയേറിയ വാക്കുകളാണ്. ചില എബ്രായ വാക്കുകൾ നമുക്കത് പരിചയപ്പെടാം. സ്തോത്രം. വരും ദിവസങ്ങളിൽ അല്പമായി നമുക്കിത് പഠിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക്, സ്തോത്രം, ഈ ഒരു യാത്രയിലാണ് ഈ വർഷം ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. This is a year of fruitfulness. ഐശ്വര്യമായി. മലയാളത്തിൽ ഒന്നും കൂടെ അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കാം. സ്തോത്രം. യെസ്, ദൈവം അവരെ അനുഗ്രഹിച്ചു. 28 ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി. സന്താനപുഷ്ടി എന്ന് പറഞ്ഞാൽ ഫലപ്രദമായി, ഫ്രൂട്ട്ഫുൾ, ഫലപ്രദമായി. അതിന്റെ എബ്രായ വാക്ക് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ലാംഗ്വേജ് ഏറ്റവും ചേർന്ന് കിടക്കുന്നത് എബ്രായ ലാംഗ്വേജിനോടാണ്, ഹീബ്രു ലാംഗ്വേജ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മൂലഭാഷകളിലേക്ക് സ്തോത്രം പോകുന്നത്. എന്താണ് ദൈവം അർത്ഥമാക്കുന്നത്? ഫ്രൂട്ട്ഫുൾ, പാര എന്ന് പറയാം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഈ വചന വെളിപ്പാടുകൾ, ഈ പ്രവചന ദൂത് വരുമ്പോൾ നിങ്ങൾ ഇതിനെ ഇങ്ങനെ ഒന്ന് ഏറ്റെടുത്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ, മറിയ സംഗ്രഹിച്ചതുപോലെ ഗബ്രിയേൽ ദൂതൻ ഒരു വാക്ക് പറഞ്ഞു, പക്ഷെ അത് ഗർഭത്തിലേക്ക് പോകണം എന്ന് പറയുന്ന പോലെ നമ്മുടെ ആത്മാവിന്റെ ആ ഗർഭത്തിലേക്ക് ഒന്ന് പോയാൽ, if this word will go into your spiritual womb, അവിടെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി ഒന്ന് പറയാം. അതിന്റെ അർത്ഥം എന്താ? It's a growing anointing. ദൈവത്തിന്റെ അനുഗ്രഹം എന്താ? നിന്നെ വളർത്തുവാനാക്കും, നിന്നെ പന്തലിക്കുവാൻ, പുഷ്പിക്കുവാൻ, നീ പടർന്ന് പന്തലിക്കുന്ന ഒരു വ്യക്തിയായി തീരും. നിന്നെ ഐശ്വര്യമായി ദൈവം അനുഗ്രഹിക്കുമ്പോൾ നിന്റെ ബിസിനസിനെ, ദൈവസഭയ്ക്ക് ദാരിദ്ര്യത്തിന്റെ ഒരു തലമല്ല, ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികളെ ചെയ്തെടുക്കുവാൻ സമ്പന്നന്മാരായ ഐശ്വര്യമായി സമ്പത്തിൽ അനുഗ്രഹിച്ച ചിലരെ ദൈവം പുറത്തെടുക്കുന്ന ഒരു സീസണാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ, കർത്താവേ, എന്റെ സാമ്പത്തിക നിലവാരത്തിൽ എനിക്കൊരു ഫ്രൂട്ട്ഫുൾനെസ് വേണം, എന്നെ ഐശ്വര്യമായി കർത്താവിനെ ഫലപ്രദമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ പിടിച്ചോ. പടർന്നു പന്തലിക്കുന്ന ഒരു അനുഗ്രഹമാണ് നിന്റെ മേൽ പകരപ്പെടുന്നത്. അത് യോസെഫിന്റെ മേൽ പകർന്നൊരു അഭിഷേകമാണ്. 49 അധ്യായം അതിന് 22, 23 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ആരൊക്കെ ഒതുക്കാൻ നോക്കിയാലും യോസെഫ് യേശുവിനെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിത്വമാണ്. ദാവീദ് യേശുവിന്റെ ഒരു ടൈപ്പാണ്, ടിപ്പോളജിയാണ്. പഴയ നിയമത്തെ സ്തോത്രം പഠിക്കുന്ന ദൈവദാസന്മാർക്ക്, പണ്ഡിതന്മാർക്ക് നിഴലുകളാണ്. ഓരോ വ്യക്തിയിലും ദൈവം ക്രിസ്തുവിന്റെ ഓരോ ഭാവം വെച്ചിരിക്കുന്നു. എബ്രാഹിമിൽ you can see a reflection. മോസസിൽ ദൈവത്തിന്റെ റിഫ്ലക്ഷൻ കാണാം എന്ന് പറയുന്ന പോലെ ജോസഫ് is a type of Christ. തലമുറകളിലേക്ക് അഭിഷേകവും അനുഗ്രഹവും പകരുന്ന
ഇസ്രായേൽ യാക്കോബ് ഈ മകനെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം അപാരമാണ്, ആശ്ചര്യമാണ്. യോസേഫിന്റെ മേൽ പകരപ്പെട്ട ഒരു അഭിഷേകം നിന്റെ മേൽ, അനുഗ്രഹം നിന്റെ മേൽ പകരുക. This is the Joseph blessing. 2024 ഐശ്വര്യമായി നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ എന്റെ അപ്പന്റെ ഹൃദയത്തിൽ യോസേഫിനെ അനുഗ്രഹിച്ച് പെരുകുമാറാക്കിയ, വർദ്ധിപ്പിച്ച, ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു ദേശത്തിന്റെ പ്രധാനമന്ത്രിയാക്കി, ഒരു ദേശത്തിന്റെ ഹല്ലേലൂയ വിശപ്പ് തീർക്കുവാൻ കരങ്ങളിൽ എടുത്ത ഒരു വ്യക്തിയെ, അതൊരു സമൂഹമായി, ഒരു സഭയായി, അതെ അപ്പസ്തോലിക് ലിവിംഗ് ഫെയ്ത്തിനെ ഹല്ലേലൂയ ഭാരതത്തിന്റെയും രാജ്യത്തിന്റെയും രാജ്യങ്ങളുടെയും ക്ഷാമത്തെ മാറ്റുവാൻ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. നമുക്കൊന്ന് കേൾക്കാം, എങ്ങനെയാണ് യോസെഫിനെ അപ്പോൾ അനുഗ്രഹിക്കുന്നത്. യെസ്. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പൊരുതി. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. പൊരുതി, അവനെ എതിർത്തു. പക്ഷെ യോസെഫിന്റെ മേൽ കിടക്കുന്ന അനുഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആരൊക്കെ പോരാടിയാലും, ആരൊക്കെ തടയിട്ടാലും, ആരൊക്കെ കടിഞ്ഞ് പരിശ്രമിച്ചാലും അവന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെയും അനുഗ്രഹത്തിന്റെ ഒരു പ്രത്യേകത, അവൻ അതിനെ മറികടക്കും. അവൻ ഫലപ്രദമായ ഒരു വൃക്ഷമാ. ചിലപ്പോൾ മതിലിനെ തകർത്തു കളയും, ചിലപ്പോൾ മതിലിന് മീതെ അങ്ങ് കയറി കളയും. നിന്റെ സമ്പത്തിനെ പിടിച്ചു കെട്ടാൻ നോക്കിയതല്ലേ? നിന്റെ മക്കളുടെ മുന്നേറ്റത്തെ തടയാൻ നോക്കിയതല്ലേ? നിന്റെ കുടുംബ ബന്ധത്തെ തകർക്കാൻ നോക്കിയതല്ലേ? പക്ഷെ എന്റെ മേൽ വ്യാപരിക്കുന്ന ഹല്ലേലൂയ ഈ അഭിഷേകം, ഈ നന്മ എന്ത് ചെയ്യും? നിന്നെ പടരുമാറാക്കും. നീ മതിലിന്റെ മീതെ പടരും, നീ ഫലപ്രദമായി തീരും, നീ വിസ്മയമായി തീരും. ഹല്ലേലൂയ. അവർണ്ണനീയമായ ഒരു വ്യക്തിയായി നീ മാറും. ആമേൻ. ഹല്ലേലൂയ. That's the Joseph blessing. അപ്പോൾ കര ഉയർത്തി പറയാം, പാരാ പാരാ പാരാ, എന്നെ ഐശ്വര്യമായി ഫലപ്രദമാക്കുന്ന ദൈവത്തിൽ എന്നെ പടർന്ന് പന്തലിക്കുവാൻ ബ്ലസ് ചെയ്യുന്നു. എല്ലാ നിലവാരത്തിലും, ദേഹം, ആത്മാവിൽ, ആത്മീയവും ഭൗതികവുമായ എല്ലാ നിലവാരത്തിലും യോസെഫിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായി. That Joseph blessing. That Joseph blessing. Hallelujah. വീണ്ടും ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിച്ചു. ഇപ്പോൾ എബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന കാര്യമാണ്, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും. അപ്പനെ അനുഗ്രഹിക്കും എന്ന് മാത്രമല്ല, അപ്പന്റെ കാൽച്ചുവടുകളിൽ നടക്കുന്ന, അപ്പനെ അനുസരിച്ച് നടക്കുന്ന, അപ്പനെ സ്നേഹിക്കുന്ന, മാനിക്കുന്ന, ബഹുമാനിക്കുന്ന. ഹല്ലേലൂയ. ഉൽപ്പത്തി 26 1-3 വരെയുള്ള വാക്യങ്ങൾ ഇസ്ഹാക്കിനെ കുറിച്ച് പറഞ്ഞു. ക്ഷാമകാലം വെളിപ്പെട്ടു. 2024 സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാര് സെക്യുലർ വേൾഡിൽ ഭയങ്കര ഡിപ്രഷൻ ആയിരിക്കും, ഫൈനാൻഷ്യൽ ഡിപ്രഷൻ ആയിരിക്കും. സമ്പദ് വ്യവസ്ഥ ഇടിയും, വലിയ ക്ഷാമമായിരിക്കും, പൈസയുടെ മൂല്യം ഇടിയും, വലിയ നഷ്ടമായിരിക്കും. അതുകൊണ്ട് എല്ലാ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിസ്റ്റം പറയുന്നത് എന്താണെന്ന് അറിയാമോ? വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങളെ പൈസ ചെലവിടണം. അതും ഇതും മേടിച്ച് അവിടെയും ഇവിടെയും നിങ്ങൾ പൈസ വേസ്റ്റ് ചെയ്യില്ല. യുദ്ധങ്ങൾ നടക്കുകയാണ്, ക്ഷാമങ്ങളുടെ ഒരു അന്തരീക്ഷമാണ്, എല്ലാത്തിനെയും വില വർദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ there's going to be a great inflation of finances. ശരിയാണ്, കാഴ്ചയിൽ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൈസയൊക്കെ വളരെ സൂക്ഷിച്ച് നാം ചെലവാക്കണം. ആവശ്യമുള്ളത് മാത്രമേ നിങ്ങൾ ചെലവാക്കാവൂ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ സ്വരൂപിച്ച് നിക്ഷേപിച്ച് വെക്കുക. ഹല്ലേലൂയ. ആമേൻ. പക്ഷെ ക്ഷാമകാലത്തും നിന്നെ ക്ഷേമത്തോട് നടത്തുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു ഐശ്വര്യമായ അനുഗ്രഹത്തിന്റെ ഒരു അഭിഷേകത്തിന് കീഴിലാണ് നീ വന്ന് നിൽക്കുന്നത്. നമുക്ക് ആദ്യത്തെ 3 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പത്തെ ക്ഷാമം കൂടാതെ. അപ്പോൾ ക്ഷാമങ്ങൾ വരും, ക്ഷാമങ്ങൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയല്ല. എബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം വന്നു, ഇപ്പോൾ വിഷയങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും, പ്രതികൂലമായ കാറ്റുകളും സാഹചര്യങ്ങളും വരും. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുമ്പോൾ, പിശാച് എന്നേക്കും നരകത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ പിന്നെ ക്ഷാമങ്ങളില്ല. അവിടെ ദൈവത്തിന്റെ വാഴ്ച പൂർണ്ണമായി വെളിപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആ സമയം വരെ ക്ഷാമവും കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഇതുപോലുള്ള അവസ്ഥകൾ ആത്മീയമായും ഭൗതികമായും ഒക്കെ വരും. അപ്പോൾ എന്താ സംഭവിച്ചത്? യെസ്, പിന്നെ ആ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി. 2ാമത്തെ വാക്യം, യഹോവ അവന് പ്രത്യക്ഷനായി. സ്വത്രം ക്ഷാമത്തിന്റെ മധ്യത്തിൽ പ്രത്യക്ഷമാകുന്ന ഒരു ദൈവത്തിന്റെ ഇടപെടൽ. ഹല്ലേലൂയ. ആരോടൊക്കെയോ ഇന്ന് പകൽക്കാലം ദൈവം സംസാരിക്കുക. നീ ക്ഷാമത്തിന്റെ അവസ്ഥയിലാണോ, വേദനയിലാണോ, ഇല്ലായ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണോ, അപ്പനോട് ഇടപെട്ട ആ ദൈവം നിന്നോട് ഇടപെടുവാണ്. എബ്രഹാമിനോട് ദൈവം ഇടപെട്ടു, ഇസഹാക്കിനോടും ദൈവം ഇടപെടുക. ദൈവം എന്താ ഇടപെടുന്നത്? നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, നീ മിസ്രൈമിലേക്ക് പോകരുത്, നീ ഈജിപ്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ക്ഷാമമായി, അപ്പോൾ എന്റെ സന്നദ്ധി വിട്ടു പോകണ്ട. ഈ ക്ഷാമത്തിൽ നിന്നെ പോറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഞാൻ. ഞാനത് തെളിയിച്ചു തരാം, അത് നിന്റെ ഒരു ടെസ്റ്റിമണി ആക്കി മാറ്റിത്തരാം, നിന്റെ അനുഭവമാക്കി മാറ്റാം. ക്ഷാമം ഉള്ളപ്പോൾ എന്താ ചെയ്യുന്നത്? വിഷയങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ആൾക്കാര് ദൈവത്തെ വിട്ട്, സ്ഥലം വിട്ട് വേറെ എവിടെയെങ്കിലും നന്മ തേടി പോകും. റൂത്തിന്റെ ജീവിതത്തിൽ നമ്മൾ അതല്ലേ വായിക്കുന്നത്. ക്ഷാമം വെളിപ്പെട്ടു, നവമി എന്ത് ചെയ്തു? നവമിയും ഭർത്താവും എന്ത് ചെയ്തു? യെരൂശലേം വിട്ട് വേറെ ദേശത്തേക്ക് പോകുകയാണ്. അപ്പോൾ ക്ഷാമം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ദൈവസന്നിധി വിടരുത്. അതെ, എന്റെ ശുശ്രൂഷ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, അന്നോട് സഭായോഗം മുടക്കി. വീട്ടിലൊരു വിഷയം വന്നു, അന്നോട് ആരാധനകൾ മുടക്കി. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. അവർക്ക് ദൈവത്തോട് തന്നെ നീരസം. അങ്ങനെയുള്ളവരാണോ നാം?
ക്ഷാമത്തിന്റെ സമയത്തിൽ നാം പ്രതീക്ഷിക്കാത്ത അങ്ങനെയുള്ള സാഹചര്യത്തിന്റെ മധ്യത്തിൽ ദൈവത്തെ വിട്ടുപോകുന്നവരാണോ നാം? പ്രതികൂലമായ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന എന്തിനാണെന്നറിയാമോ? അതിൽ നിന്ന് നിന്നെ കരുത്തരാക്കി പുറത്തെടുക്കാനാ. തീയിൽ നിന്നെ കൊണ്ട് ഇടുന്ന എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് നിന്നിൽ നിന്ന് വലിയ പ്രതീക്ഷയുണ്ട്. നീ ടെസ്റ്റ് പാസ്സായാൽ നിന്നെ അലങ്കരിക്കുവാൻ, നിന്നെ മാനിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിന്റെ ദൈവത്തിന്റെ നന്മ കൊണ്ട് നിന്നെ പുറത്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, ക്ഷാമത്തിന്റെ മധ്യത്തിൽ എന്ത് ചെയ്യരുത്? എന്ത് ചെയ്യരുത്? എന്ത് ചെയ്യരുത്? ഇല്ലേ, നമ്മൾ കേട്ടു കോവിഡ് വന്നപ്പോൾ ഒത്തിരി പേര് വിശ്വാസത്യാഗം ചെയ്തു. ആരുടെയോ ഭർത്താവ് മരിച്ചുപോയി, ഭാര്യ മരിച്ചുപോയി, മക്കൾ മരിച്ചുപോയി, വലിയ സാമ്പത്തിക തകർച്ചകൾ വന്നു. അതോടെ അവര് പറഞ്ഞു, എനിക്ക് ബൈബിളും വേണ്ട, ദൈവവും വേണ്ട, ദേവാലയങ്ങൾ പൂട്ടിപ്പോയി, വലിയ വിഷയങ്ങൾ വന്നു. പക്ഷെ ഇന്നും നമ്മുടെ മധ്യത്തിൽ വലിയ നഷ്ടങ്ങൾ അനുഭവിച്ച പലരും നമ്മുടെ മധ്യത്തിലുണ്ട്. വലിയ നഷ്ടങ്ങൾ സഹിച്ച ഒത്തിരി പേര് നമ്മുടെ മധ്യത്തിലുണ്ട്. അവരുടെ ജീവിത പങ്കാളികൾ എടുക്കപ്പെട്ടു. വിസ്മയിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നഷ്ടങ്ങളുടെ മധ്യത്തിലും അവരുടെ ആവേശം കൂടി, ദൈവത്തോടുള്ള വിശ്വാസം കൂടി. അവരെ കണ്ടാൽ ഫയറാ. അവരാരെയാ സേവിക്കുന്നത് എന്ന് അവരുടെ മുഖം കണ്ടാൽ, അവരുടെ വിശ്വാസം കണ്ടാൽ, അവരുടെ ആരാധന കണ്ടാൽ, അവരുടെ ശുശ്രൂഷകൾ കണ്ടാൽ, ഹല്ലേലൂയ. ക്ഷാമത്തിന്റെ മധ്യത്തിൽ ക്ഷേമമായി നടത്തുവാൻ നമ്മെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് ദൈവം. അപ്പോൾ ദൈവം പ്രകടമായി, യെസ്, ഈ ദേശത്ത് താമസിക്കുക, ഈ ദേശത്ത് തന്നെ താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ദൈവം വെളിപ്പെടുക, മക്കളെ പോകരുതേ, പോകരുതേ, സ്ഥലം വിട്ടു പോകരുതാ, അവിടെ തന്നെ ഞാൻ നിന്നെ മാനിക്കും. ക്ഷാമമല്ലേ, നീ ഗരാറിൽ തന്നെ പാർക്ക്. ക്ഷാമം ഉള്ളിടത്ത് തന്നെ പാർക്ക്. ഞാൻ നിന്നെ ഒരു പ്രതിഭാസമാക്കി മാറ്റും. ഞാൻ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. ശാശ്വതമായ എന്റെ നാമം നിന്നിലൂടെ ഞാൻ വെളിപ്പെടുത്തി ഞാൻ എന്നെ മഹത്വീകരിക്കും. എബ്രഹാം അനുസരിച്ചു, ഹല്ലേലൂയ. ഇസഹാക്ക് അനുസരിച്ചു. 26-12 വാക്യം വായിക്കാം. യെസ്. ഇസ്ഹാക്ക് ആ ദേശത്ത് വിതച്ചു. ഇസഹാക്ക് ആ ദേശത്ത് തന്നെ പാർത്തു. യെസ്. ആ ദേശത്ത് വിതച്ചു. ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. സ്തോത്രം. ഓക്കെ, ക്ഷാമമാ, വലിയ വിഷയമാ. ഇസഹാക്കിന്റെ മേൽ വെളിപ്പെട്ട തലമുറകളുടെ ഒരു അഭിഷേകമാണ് നമ്മുടെ മേൽ വെളിപ്പെടുന്നത്. ക്ഷാമകാലത്ത് നിന്നെ 100 മേനി അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരമാണ് ആലയത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നത്. Isaac sowed in that land and reaped in the same year 100-fold. And the Lord blessed him. The man began to prosper. He continued to prosper until he became very prosperous. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അവൻ ഐശ്വര്യമായി 100 മേനി അനുഗ്രഹത്തിന്റെ ഒരു ഉടമയായി തീർന്നു. അതെ, ഇസഹാക്കിന് മേൽ വെളിപ്പെട്ട ആ ദൈവത്തിന്റെ അഭിഷേകം നമുക്കതൊന്ന് പ്രാപിക്കാം. This is a generational anointing. എബ്രഹാമിന്റെ വിശ്വസ്തത, ആ അനുഗ്രഹം, അഭിഷേകം, ആ നന്മ ഇസഹാക്കിലേക്ക് ഒഴുകി. ക്ഷാമമാ, വിതച്ചാൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് പോലും സംശയിച്ചു നിൽക്കുകയാ. ക്ഷാമത്തിന്റെ മധ്യത്തിൽ നിന്നെ 100 മേനി അനുഗ്രഹിക്കുവാൻ കഴിയുന്ന, നിന്നെ 100 മേനി ഫലപ്രദമാക്കുവാൻ കഴിയുന്ന, നിന്നെ വർദ്ധിപ്പിച്ച് പെരുകുമാറാക്കി, നിന്നെ ഒരു അതിശയമാക്കി മാറ്റുവാൻ, നിന്നെ പ്രോസ്പർ ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരം, ഒരു ദൈവത്തിന്റെ അഭിഷേകം. An Isaac anointing, a generational anointing. I release 100-fold. ഇന്ന് നമ്മുടെ ദൈവം കേൾപ്പിക്കുന്ന ആരും വിശ്വസിക്കുന്നവർ മാത്രം ആ കരങ്ങളെ നന്നായി ഉയർത്തി. ഫാമിനാണ്, ക്ഷാമമാണ്, പ്രതികൂല സാഹചര്യമാണ്, വളരാൻ സാധ്യതയില്ലാത്ത സാഹചര്യമാണ്, നിർജ്ജലമായി കിടക്കുക, മരുഭൂമിയുടെ അവസ്ഥയാ, വരൾച്ചയാണ്, വിൽഡർനെസ് ആണ്, ഡെസേർട്ട് എക്സ്പീരിയൻസ് ആയിരിക്കാം. പക്ഷെ എന്തൊക്കെയോ ഷിഫ്റ്റ് ആകുക, എന്തൊക്കെയോ ചേഞ്ച് ആകുക. ആ നന്മ വെളിപ്പെട്ടാൽ, ആ ഐശ്വര്യമായ അനുഗ്രഹം വെളിപ്പെട്ടാൽ, ആ അഭിഷേകത്തിന്റെ പ്രതലം വെളിപ്പെട്ടാൽ, വാ വാ വാ, I declare and decree and release an Isaac anointing. നമ്മെ 100 മേനി ഫലപ്രദമാക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ഒരു കാര്യം.